ലോക ജിയോ പൊളിറ്റിക്സിൽ അടുത്തിടെ വരെ രാജ്യങ്ങൾ ചേരിചേർന്നത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, സൈനിക സാമ്പത്തിക ശക്തിയുടെ പേരിൽ. അടുത്തതേറെ സെൻസിറ്റീവായ ഒന്നാണ് മതത്തിൻ്റെ പേരിൽ. ഹിന്ദു രാഷ്ട്രങ്ങൾ മാത്രമാണ് ഇതുവരെ ഒരുമിച്ച് നിൽക്കാത്തതെന്നത് മറ്റൊരു വസ്തുത. എന്നാൽ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾ ക്രിസ്തു മതത്തിൻ്റെ പേരിലും വത്തിക്കാൻ അതിൻ്റെ നേതൃത്വത്തിലുണ്ട്. ഗൾഫ്, ഇറാൻ, ലബനൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ പേരിലും ഒറ്റക്കെട്ടാണ്. അതിൽ വലിഞ്ഞു കയറി പലതവണ ഇന്ത്യക്കെതിരെ മസിൽ പെരുപ്പിച്ച് കാണിക്കാൻ വന്ന പാകിസ്ഥാൻ ഓരോ തവണയും എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിട്ടുമുണ്ട്. അതെ, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എടുത്തു പ്രയോഗിക്കുന്ന ആ ആയുധം മതമാണ്. ഇസ്ലാം മതത്തിൽ ഭരണം നടത്തുന്ന ഗൾഫ് രാജ്യങ്ങളുമായി, ഇറാനുമായി, ബംഗ്ലാദേശുമായി ഒക്കെ തങ്ങളെല്ലായ്പ്പോഴും ഐക്യത്തിലാണെന്ന് വരുത്തി തീർത്ത് അത് ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്ന ആ പാകിസ്ഥാൻ തന്ത്രം പക്ഷേ പശ്ചിമേഷ്യയിൽ തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാനുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ US-മായി എണ്ണഖനനത്തിനും പ്രതിരോധത്തിനുമുള്ള കൂട്ടുകെട്ട് തുടങ്ങി. ഒപ്പം ഇന്ത്യയുമായി അടുത്തു നിൽക്കുന്ന താലിബാനുമായി അകന്നു. അവരുമായി യുദ്ധം വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ വാലാട്ടുകളായി മാറിയ പാകിസ്ഥാൻ സൈന്യ നേതൃത്വം, പ്രത്യേകിച്ച് സൈനിക മേധാവി അസീം മുനീർ ദിവസങ്ങൾക്ക് മുമ്പാണ് പുലമ്പിയത് ഇന്ത്യക്കിട്ടാണ് അടുത്ത പണിയെന്ന്. അതിനുള്ള മറുപടി ഇതാ കിട്ടിയിരിക്കുന്നു. ഇസ്രയേലിനും US-നും തങ്ങളെ ആക്രമിച്ച് തരിപ്പണമാക്കാൻ വ്യോമാതിർത്തി അനുവദിച്ചു കൊടുത്ത പാകിസ്ഥാനും അടികിട്ടും. ഈ മുന്നറിയിപ്പ് നൽകിയത് ഈ യുദ്ധത്തിരക്കിനിടയിലും പാകിസ്ഥാനിൻ്റെ അയൽ രാജ്യമായ അതേ ഇറാൻ തന്നെയാണ്. മറ്റൊരു അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ഇതിനകം പാക് സേന പിടിച്ച സൈനിക പോസ്റ്റുകൾ തിരിച്ചു പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടും ഇസ്ലാമിക് രാജ്യങ്ങൾ, പാകിസ്ഥാനും ഇസ്ലാമിക രാജ്യം തന്നെ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡറായ സർദാർ ഹുസൈൻ നജാത്താണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിയൻ പ്രദേശത്ത് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. അതിൻ്റെ പേരിൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരും. ഇങ്ങനെ പോയാൽ ഇറാനിയൻ മിസൈലുകളുടെ ചൂട് പാകിസ്ഥാനും അറിയേണ്ടി വരുമെന്ന് ഹുസൈൻ സജാദ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി കാണിക്കുന്ന ഒരു ഭൂപടവും മുന്നറിയിപ്പ് ഒന്ന് കടുപ്പിക്കാനായി ഇറാൻ സൈന്യം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും പാകിസ്ഥാന് ആ ജിയോ പൊളിറ്റിക്സ് ഒന്ന് മനസ്സിലാക്കട്ടെ എന്നായിരുന്നു അവർ അർത്ഥമാക്കിയത്. അതിർത്തിയിലെ ദുർബലമായേക്കുന്ന പ്രദേശങ്ങളും ഇറാൻ എടുത്തു കാണിക്കുന്നുണ്ട്. ഇറാൻ പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കാവുന്ന സ്ഥലങ്ങളാണിതെന്നാണ് സൂചന. പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നും ഇറാനിലേക്കുള്ള ആ എളുപ്പ വഴികൾ ഇതോടൊപ്പമുള്ള ഭൂപടത്തിൽ വ്യക്തമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വരച്ചു ചേർത്തിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തിൽ അമേരിക്കയും സയൻസ് ഭരണകൂടവും പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി ഉപയോഗിച്ചു എന്നത് ഇറാൻ്റെ കൃത്യമായ അന്വേഷണങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ നടപടിക്ക് പാകിസ്ഥാൻ ഉടൻ തന്നെ വലിയ വില തന്നെ നൽകേണ്ടി വരും. ഗൾഫ് പോലെ ഇറാൻ്റെ മിസൈലുകളിൽ നിന്നും പാകിസ്ഥാനും ഇനി അങ്ങോട്ട് ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല എന്നതാണ് പാകിസ്ഥാനുള്ള ഇറാൻ്റെ മുന്നറിയിപ്പ്. അയത്തോള അലി ഖൊമേനിയുടെ കൊലപാതകത്തിനെതിരെ മറ്റൊരു രാജ്യത്തും ആദ്യം പ്രതിഷേധം ഉയർന്നിരുന്നു. അതെവിടെയാണ്? പാകിസ്ഥാനിലായിരുന്നത്. ഷിയ മുസ്ലിങ്ങളുടെ പ്രതിഷേധം അക്രമാസക്തമായി തുടർന്ന് നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് 23 പേരാണ്. കറാച്ചിയിൽ US കോൺസുലേറ്റ് സമീപമുള്ള മതിൽ ജനക്കൂട്ടം തകർത്ത സംഭവത്തിൽ പാക് പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിതീർത്ത് കൊലപ്പെടുത്തിയത് 10 പ്രതിഷേധക്കാരെയാണ്. ഇതൊക്കെ ഇറാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് തങ്ങളയച്ച മിസൈലുകൾ അത് പാകിസ്ഥാനിൽ, അതിർത്തി രാജ്യമായ പാകിസ്ഥാനിൽ പതിക്കാനും ഒരു താമസവും ഉണ്ടാകില്ലെന്ന്.